The Euler theorem the GCD of the positive integers a and b is a linear combination of a and b. Or if GCD of a and b is equal to d, then d is the linear combination of a and b. That is, d is equal to a alpha plus b beta, where alpha and beta are some positive integers. So, prove let capital S be the set of positive linear combinations of a and b. Let capital S be the set of linear combinations of a and b. A ന്റെയും B ന്റെയും linear combinations ന്റെ collection ആണ് ഞാൻ S എന്ന് വിളിക്കുന്നത്. Set of all linear combination of A and B എങ്ങനെ ഇരിക്കും? MA plus NB such that M and N are integers. Positive എന്ന് പറയുന്നത് and MA plus NB greater than 0. അതായത് S be the set of all linear combinations of A and B. Set of all അല്ല, set of positive linear combinations. Set of positive linear combinations ആണ് നമ്മൾ എടുക്കുന്നത്. Let capital S be the set of positive linear combinations of A and B. A ന്റെയും B ന്റെയും positive linear combinations ആണ് എടുക്കുന്നത്. That is, S is equal to set of all MA plus NB. ഇതല്ലേ linear combination ഫോം അല്ലേ? ഇത് പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എസ് നോൺ എംപ്റ്റി എന്ന് പറയണം. എസ് നോൺ എംപ്റ്റി എന്ന് പറയണമെങ്കിൽ എസിനകത്ത് എസ് നോൺ എംപ്റ്റി എന്ന് പറഞ്ഞാൽ എസ് ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന എസ് ഹാസ് ലീസ്റ്റ് എലമെന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം എസിന് നോൺ എംപ്റ്റി എന്ന് പറയാം. നോൺ എംപ്റ്റി എന്ന് പറഞ്ഞാൽ അത് ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിക്കോളൂ അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ പറയണ എസ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ എസ് കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെന്റ്. ശരിയല്ലേ? ഈ സെറ്റ് നോക്കിയേ, ഇവിടെ പോസിറ്റീവ് ആൾക്കാരില്ലേ ഉള്ളൂ. എമ്മും എന്നും ഇന്റിജർ അല്ലേ? എയും ബിയും ഇന്റിജർ അല്ലേ? പോസിറ്റീവ് ഇന്റിജർ ആണ്. എയും ബിയും പോസിറ്റീവ് ഇന്റിജർ ആണ്. എമ്മും എന്നും ഇന്റിജർ ആണ്. അപ്പൊ എം എ പ്ലസ് എൻ ബി പോസിറ്റീവ് ആയിട്ടുള്ള എം എ പ്ലസ് എൻ ബി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് വരുന്നത് പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രം. എന്ന് വെച്ചാൽ നോൺ സീറോ അല്ലെ? നോൺ സീറോ ആണ്, പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രമാണ്. അപ്പൊ ഇത് നാച്ചുറൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. നാച്ചുറൽ നമ്പറിന്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെങ്കിൽ ഇതിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നോൺ എംപ്റ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് എ ഗ്രേറ്റർ ദാൻ സീറോ എന്നിവിടെ തന്നിട്ടുണ്ട് അല്ലെ? Since A greater than 0, then A is equal to എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 1 into A plus 0 into B എന്ന് എഴുതാമല്ലോ. ചുമ്മാ A is equal to A അല്ലേ? അത് എവിടെയുണ്ട്? ഇതൊരു ലീനിയർ കോമ്പിനേഷൻ അല്ലേ? എസിനകത്തുണ്ടല്ലോ, ശരിയല്ലേ? അപ്പോ എസ് എന്തായി? നോൺ എംപ്റ്റി ആയി. ദാറ്റ് ഈസ് എസ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ? എസ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ സെറ്റിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് ആര്? എസ്. എസ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പൊ എന്താണ്? എസിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. Then by well ordering principle, thus by well ordering principle, S as a least element. എസിന് ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ എസ് നോൺ എംപ്റ്റി ആണ്, അതുകൊണ്ട് എസിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. എസ് എന്ന് വെച്ചാൽ ആരെന്ന് എടുത്തിരിക്കുന്നത്? എയുടെയും ബിന്റെയും ലീനിയർ പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ ആണ് എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എസിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിൽ
അല്ലെ? ലീസ്റ്റ് പോസിറ്റീവ് എലമെന്റ് ലീസ്റ്റ് പോസിറ്റീവ് എലമെന്റ് ഡി. S has a least positive element D. അല്ലെ? That is D element of S ആയതുകൊണ്ട് എങ്ങനെ ഇരിക്കും? S ലെ എലമെന്റുകളൊക്കെ എങ്ങനെ ഇരിക്കും? D is equal to alpha A plus beta B അല്ലെ? For some, കാരണം S ലെ എലമെന്റുകളൊക്കെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടില്ല ഇരിക്കുന്നത്. For some alpha and beta. So for some integers alpha and beta. For some integers alpha and beta. So നമുക്ക് ഇനി പോവേണ്ടത് എന്താണ്? എയുടെയും ബിയുടെയും ജി സി ഡി ഡി എന്ന് കാണിച്ചാൽ എയുടെയും ബിയുടെയും ജി സി ഡി ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് എഴുതാൻ പറ്റുമെന്നാവുമല്ലോ. എനിക്ക് അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത് ടു ഷോ ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ഷോ ദാറ്റ് ഇനി ചെയ്യാനുള്ളതാണ് ടു ഷോ ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ജി സി ഡി ഡി എന്ന് കാണിച്ചാൽ മതി. നമ്മളിവിടെ ചെയ്തെന്താണ്? ഓയിലർ പറഞ്ഞെന്താ? ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എയുടെയും ബിയുടെയും ജി സി ഡിനെ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് എയുടെയും ബിയുടെയും ജി സി ഡി ആണെങ്കിൽ ഡിനെ എ ആൽഫ പ്ലസ് ബി ബീറ്റ എന്ന് എഴുതാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എസ് ഒരു സെറ്റ് നമ്മൾ എന്തെടുത്തു? ഞാൻ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ സെറ്റ് ഇങ്ങനെ എടുത്തേ പറ്റൂ. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബി എന്നെടുത്തു. അപ്പോൾ എസ് എങ്ങനെ ഇരിക്കും? സെറ്റ് ഓഫ് ഓൾ എം എ പ്ലസ് എൻ ബി സച്ച് ദാറ്റ് എം ആൻഡ് എൻ ആർ ഇന്റിജേഴ്സ് ആൻഡ് എം എ പ്ലസ് എൻ ബി ഗ്രേറ്റർ ദാൻ 0 എന്നെടുത്തു. എ പോസിറ്റീവ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് എനെ 1 into a plus 0 into b എന്ന് എടുത്തപ്പോൾ 1 into a into 0 into b ഗ്രേറ്റർ ദാൻ 0. സോ ഇങ്ങനെ വരുന്ന ആൾക്കാർ പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് ഈ ഫോമിൽ വരുന്ന ആൾക്കാർ എസിലുണ്ടെന്നല്ലേ? അപ്പോൾ എ എസിലുണ്ട്. അപ്പോൾ എസ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയി. നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. ഈ എസിലെ ലീസ്റ്റ് എലമെന്റ് ഞാൻ ഡി എന്നെടുത്തു. എസിലെ എലമെന്റ്സുകളെല്ലാം ഇരിക്കുന്ന ഫോം എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഏതോ ഒരു ലീനിയർ കോമ്പിനേഷൻ ഡി ആയിരിക്കും. എന്ന് വെച്ചാൽ ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി ആൽഫ ആൻഡ് ബീറ്റ സം ഇൻറ്റിജേഴ്സ്. എനിക്ക് ഇനി ഡി ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ആൻഡ് ബി എന്ന് കാണിച്ചാൽ നമ്മുടെ തിയറത്തിന്റെ ജോലി കഴിഞ്ഞു. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ജോലി കഴിഞ്ഞു. എയുടെയും ബിയുടെയും ജി സി ഡി ഡി ആണെന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ കാണിക്കണം. എന്താ? ഫസ്റ്റ് കാണിക്കേണ്ട എന്താ? ഡി എന്തൊക്കെ ആയിരിക്കണം? ഡി എനെ ഡിവൈഡ് ചെയ്യണം, ഡി ബിനെ ഡിവൈഡ് ചെയ്യണം. അല്ലെ? എന്റെ ബിന്റെ ജി സി ഡി എന്ന് കാണിക്കാതല്ലേ? ഇനി ഡി ഡാഷ് എന്നൊരാള് എനെയും ഡി ഡാഷ് എന്നൊരാള് ബിനെ ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ ഡി ഡാഷ് എന്ന ആള് ഡിനെക്കാളും ചെറുതായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. എയുടെയും ബിയുടെയും ജി സി ഡി ഡി ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഡി ഡിവൈഡ്സ് എ എന്നും ഡി ഡിവൈഡ്സ് ബി എന്നും പ്രൂവ് ചെയ്യണം. ഇനി ഡി ഡാഷ് എന്ന ഒരാൾ എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ ഡി ഡാഷ് ഡിനെക്കാളും ചെറുതോ ഈക്വലോ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? എയുടെയും ബിയുടെയും ജി സി ഡി എന്ന് കാണിക്കണം. എയുടെയും ബിയുടെയും ജി സി ഡി എന്ന് കാണിക്കാൻ ഈ രണ്ട് കാര്യം രണ്ട് സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ഡെഫിനിഷൻ എഴുതി അങ്ങനെയാണ്. അപ്പോൾ ഡി ഡിവൈഡ്സ് എ എന്നും ഡി ഡിവൈഡ്സ് ബി എന്നല്ലേ കാണിക്കേണ്ടത്? ഡി ഡിവൈഡ്സ് എ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതണോ? ഫസ്റ്റ് ടു ഷോ ദാറ്റ് എക്സാം എഴുതുമ്പോൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് എഴുതുന്നത്. ഫസ്റ്റ് ടു ഷോ ദാറ്റ് D divides A and D divides B. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ D divides A എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനെ D കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ബൈ ഡിവിഷൻ അൽഗോരിതം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ബൈ ഡിവിഷൻ അൽഗോരിതം എനെ B കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കൂടെ? There exist integers q and r such that
there exist integers q and r such that a is equal to dq plus r, where 0 less than or equal to r less than d. 0 less than or equal to r less than d അല്ലേ? ഇതല്ലേ ഡിവിഷൻ തിയറം പറയണേ? അപ്പോൾ എന്താവും? a is equal to dq plus r. ഈ dq ഒരു ഇത് കൊടുക്കാമല്ലോ, 1 എടുത്താലേ dq ഒരു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താവും? a is equal to alpha a plus beta b into q plus r അല്ലെ, യൂസിങ് 1. അപ്പോൾ a is equal to എന്താവും? a is equal to alpha aq plus beta bq അല്ലെ, alpha aq plus beta bq, alpha aq plus beta bq plus r. അപ്പോൾ a is equal to alpha aq plus beta bq plus r. കൂടി r എന്ത് എഴുതാം? r is equal to a minus alpha aq plus minus beta bq എന്ന് എഴുതാമല്ലോ. അപ്പോൾ r is equal to a minus alpha a plus beta bq കോമൺ എടുക്കാമല്ലോ, മൈനസ് q. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് r is equal to ഇവിടെ ഈ രണ്ട് ടേമിന് a കോമൺ എടുത്താൽ എന്താവും? ഈ രണ്ട് ടേമിന് a കോമൺ എടുത്താൽ 1 മൈനസ് ആൽഫ q ഇൻറ്റു a മൈനസ് അല്ലെ പ്ലസ് എന്നിട്ട് മൈനസ് ബി ക്യൂ ബീറ്റ ക്യൂ ഇൻറ്റു ബി എന്ന് വെക്കാമല്ലോ, ശരിയല്ലേ? ഇതെന്താണ്? ഇവിടെ a കോമൺ എടുത്തു, ഇവിടെ b കോമൺ എടുത്തു. r is equal to സംതിങ് ഇൻറ്റു a പ്ലസ് സംതിങ് ഇൻറ്റു b എന്നല്ലേ? ഈ സംതിങ് ആൽഫയും ക്യൂവും ബീറ്റയും ക്യൂ എല്ലാം ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ 1 മൈനസ് ആൽഫ ക്യൂ ഇൻറ്റിജർ ആണ്. അപ്പോൾ r is equal to സംതിങ് ഒരു ഇൻറ്റിജർ ഇൻറ്റു a പ്ലസ് ഇൻറ്റിജർ ഇൻറ്റു b. അപ്പോൾ r ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് a ആൻഡ് b എന്നായല്ലോ, അല്ലേ? r is a linear combination of a and b എന്നായി അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ ആറ് ഡിനെക്കാളും ചെറുതാണ് അല്ലേ? ആറ് ഡിനെക്കാളും ചെറുതാണ്. നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഡി എന്ന് വെച്ചാൽ ഏതാണ്? ലീസ്റ്റ് എലമെന്റ് ആണ് എസിലെ. ആറ് ആരെക്കാളും ചെറുതാണ്. വി ഹാവ് അല്ലെ, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, that is R is a linear combination of A and B. ശരിയല്ലേ? A ന്റെയും B ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ആറിനെ കിട്ടിയല്ലോ. linear combination of A and B. അപ്പോൾ if r greater than 0 ആണെങ്കിലേ then r ന്റെ കണ്ടീഷൻ ഏത് മുതലേ ഉള്ളൂ? r greater than or equal to 0 ആണ്. r greater than 0 ആണെങ്കിൽ r എവിടെ കാണും? എസിനകത്തുണ്ടാകും. കാരണം r ഇപ്പോൾ എസിന്റെ a ന്റെയും b ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വന്നല്ലോ, ഒരു പോസിറ്റീവ് വന്നില്ലേ? അപ്പോൾ r ഒരു പോസിറ്റീവ്, എസിലെ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്.
ആണല്ലോ. ഇവിടെ R ലെസ് ദാൻ D ആണ്. That is R less than the smallest element in S. അല്ലെ? ഏറ്റവും ചെറിയ എലമെന്റ് D ആണ്. D നേക്കാളും ചെറുതാണ് ആര്? R. ശരിയാണ്. നോക്കട്ടെ, ഇവിടെ എഴുതിക്കില്ല നമ്മള്. D നേക്കാളും ചെറുതാണ് R എന്ന് ഇവിടെ എഴുതിക്കല്ലേ ഡിവിഷൻ തിയറത്തിൽ. R ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ R S നകത്തുണ്ടാവും. R D നേക്കാളും ചെറുതായതുകൊണ്ട് ഈ എസിനകത്തുള്ള ഏറ്റവും ചെറിയ എലമെന്റിനെക്കാളും ചെറുതാണ് R. അതങ്ങനെ സംഭവിച്ചില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ലല്ലോ. അത് കോൺട്രഡിക്ഷൻ അല്ലേ? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ വരാൻ കാര്യം എന്താ? ഞാനിവിടെ R ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തു. ഇവിടെ കണ്ടില്ലേ? ഇവിടെ കണ്ടില്ല. അസ്യൂം R ഗ്രേറ്റർ ദാൻ 0. അസ്യൂം R ഗ്രേറ്റർ ദാൻ 0. R ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ R D നേക്കാളും ചെറുതായതുകൊണ്ട് R എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് എലമെന്റ് ഇൻ S നേക്കാളും ചെറുതാണ് എന്ന് വെച്ചാൽ R ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് തെറ്റാണ്. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ ടു R ഗ്രേറ്റർ ദാൻ 0. അപ്പൊ R ഗ്രേറ്റർ ദാൻ 0 അല്ല, അല്ലെ? R ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് തെറ്റാണ്. അപ്പൊ എന്തായിരിക്കും? R ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പിന്നെ എന്താ? R ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പൊ എന്താവും? R ഈക്വൽ ടു 0. Thus R is equal to 0. Thus R is equal to 0. R is equal to 0 ആണെങ്കിലോ ഇക്വേഷൻ 1 പറയണം മക്കളെ. ഇവിടെ R ന് 0 കൊടുത്താൽ എന്താവും? അല്ല, ഇവിടെ R ന് 0 കൊടുത്താൽ A is equal to DQ എന്നാവൂലേ? അല്ലെ? Then equation 1 becomes A is equal to DQ plus 0 അല്ലേ? Implies A is equal to DQ എന്നാവുമല്ലോ. A is equal to DQ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് D അല്ലേ? A is a multiple of D അല്ലേ? A is a multiple of D ആണെങ്കിൽ എന്താവും? That is D divides A. ശരിയാണല്ലോ. ഇതേപോലെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? Similarly, we can prove D divides B also. അപ്പോൾ എന്തായി? Thus D divides A ആണ് and D divides B ആണ്. ഇതല്ലേ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലേ? GCD of A and B എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് D divides A എന്നും D divides B എന്നും ഫസ്റ്റ് പ്രൂവ് ചെയ്യാനല്ലേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അത് ചെയ്തല്ലോ. അടുത്തൊന്ന് പ്രൂവ് ചെയ്യണം. അല്ലെ? അടുത്തൊന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? സെക്കൻഡ് പ്രൂവ് ചെയ്യാൻ വേറൊരു D ഡാഷ് ഉണ്ടെങ്കിൽ അല്ലേ സെക്കൻഡ് പ്രൂവ് ചെയ്യാൻ എന്താ? To show that any positive common divisor D dash, any positive common divisor D dash of A and B is ആരാ? D നേക്കാളും ചെറുതോ ഈക്വൽ ആണ്. D dash D നേക്കാളും ചെറുതോ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ D dash that is D dash ആരിന്റെ ഒക്കെ ഡിവൈസർ ആണ്? D dash Aന്റെയും ഡിവൈസർ ആണ്. D dash Bന്റെയും ഡിവൈസർ ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഒരു പ്രോപ്പർട്ടി അറിയാലോ. D ഒരു എലമെന്റ് A ഡിവൈഡ്സ് B ആണ്, A ഡിവൈഡ്സ് C ആണ്. അങ്ങനെയാണെങ്കിൽ A ഡിവൈഡ്സ് KB പ്ലസ് MC അല്ലേ? ബിന്റെ സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഡിവൈഡ് ചെയ്യുള്ളൂ, അല്ലെ? A ഡിവൈഡ്സ് ബിയും A ഡിവൈഡ്സ് C ആണെങ്കിൽ A ഡിവൈഡ്സ് KB പ്ലസ് MC ആണ്. അപ്പോ D ഡാഷ് ഡിവൈഡ്സ് എയും D ഡാഷ് ഡിവൈഡ്സ് ബിയും ആണെങ്കിൽ D ഡാഷ് ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി അല്ലേ? D ഡാഷ് ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ആണല്ലോ, ശരിയല്ലേ? അപ്പോ
ഡി ഡാഷ് ഡിവൈഡ്സ് ആരാ ആൽഫ എ പ്ലസ് ബീറ്റ ബിനെ നമ്മൾ ഡി എന്നല്ലേ വിളിച്ചു വെച്ചിരിക്കുന്നത്. നോക്ക്, ആൽഫ എ പ്ലസ് ബീറ്റ ബി നമ്മൾ ഡി എന്നല്ലേ വിളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴോ ഡി ഡാഷ് ഡിവൈഡ്സ് ഡി അല്ലേ. ഡി ഡാഷ് ഡിവൈഡ്സ് ഡി ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? 2 ഡിവൈഡ്സ് 4 പറയാം അല്ലേ, 7 ഡിവൈഡ്സ് 14 പറയാം അല്ലേ, 5 ഡിവൈഡ്സ് 5 പറയാം. നോക്കിയേ, ഇങ്ങനെ പറയുമ്പോൾ ഈ സൈഡ് അല്ലേ വലുതാവുന്നത്, വലുതോ ഈക്വൽ ആവുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് പറയാം? ദസ് ആര് വലുതാവും? ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആവുമല്ലോ, ആയില്ലേ? ഓ മറ്റൊരു കോമൺ ഡിവൈസ്, ഒരു കോമൺ ഡിവൈസ് ഡി ഡാഷ് ഉണ്ടെങ്കിൽ ആ ഡി ഡാഷ് ഉറപ്പായിട്ട് ഡിനെക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. അപ്പൊ എന്തായി? രണ്ട് കാര്യങ്ങളും ആയല്ലോ. നോക്കിയേ, ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി ആയി. ഡി ഡാഷ് എന്നൊരാളെ എയും ബിയും ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആയില്ലേ. Thus D is a GCD of both A and B, and D is equal to നമ്മൾ അവിടെ ഇക്വേഷൻ നമ്പർ 1 എഴുതിക്കുന്നത് ആൽഫ എ പ്ലസ് ബീറ്റ ബി. ക്ലിയർ ആണോ? ഈ പ്രൂഫ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓയിലർ തിയറം പറയുന്നത് the GCD of the positive integers A and B is the linear combination of A and B എന്ന് കാണിക്കണം. എന്ന് വെച്ചാൽ A ന്റെ B ന്റെ GCD D ആണെങ്കിൽ D is equal to ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്താ ചെയ്തേ? എസ് എന്നൊരു സെറ്റ് എടുത്തു. എന്താ? എന്റെയും ബിന്റെയും പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ. ആ എസ് എന്ന സെറ്റ് എങ്ങനെ ഇരിക്കും? സെറ്റ് ഓഫ് ഓൾ എം എ പ്ലസ് എൻ ബി സെറ്റ് ദാറ്റ് എം ആൻഡ് എൻ ആർ ഇന്റിജേഴ്സ്. എന്ന് വെച്ചാൽ എന്റെയും ബിന്റെയും ലീനിയർ കോമ്പിനേഷൻസ് ആണ്, പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ് ആണ്. ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കുന്നത്. ഇനി എ ഗ്രേറ്റർ ദാൻ 0 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ എ 1 into a plus 0 into b എന്ന് എഴുതാന്ന് വെച്ചാൽ എ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. സോ എ എലമെന്റ് ഓഫ് എസ് ആണ്, എ പോസിറ്റീവ് ആണ്. അപ്പോൾ എസിനകത്ത് ഒരു നോൺ എംപ്റ്റി എലമെന്റ് ഉണ്ട്, എസിനകത്ത് ഒരു എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് എസ് നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവുമെന്നാണ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ആ ലീസ്റ്റ് എലമെന്റിന്റെ പേര് ഞാൻ ഡി എന്നെടുത്തു. ഡി എസിൽ എലമെന്റ് ആണെങ്കിൽ എസിൽ എലമെന്റുകളൊക്കെ എന്റെയും ബിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു സം ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന ലീനിയർ കോമ്പിനേഷന്റെ ഫോമിലായിട്ട് ഇരിക്കുക അല്ലേ. ഇനി എനിക്ക് ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഡി എന്ന് കാണിക്കണം. ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ഡി എന്ന് കാണിക്കാൻ രണ്ട് കണ്ടീഷൻസ് കാണിക്കണം. ഡി ഡിവൈഡ്സ് എ എന്നും ഡി ഡിവൈഡ്സ് ബി എന്നും കാണിക്കണം. ഇനി ഡി ഡാഷ് എന്നൊരാൾ എനെയും ഡി ഡാഷ് എന്നൊരാൾ ബിനെയും ഡിവൈഡ് ചെയ്താൽ ആ ഡി ഡാഷ് എന്നാണ് ഡിനെക്കാളും ചെറുതോ ഈക്വൽ എന്ന് കാണിക്കണം. രണ്ട് കാര്യങ്ങൾ കാണിക്കണം. ഡി ഡിവൈഡ്സ് എയും ഡി ഡിവൈഡ്സ് ബി എന്നും കാണിക്കാൻ വേണ്ടിയിട്ട് എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും. എ ഈസ് ഈക്വൽ ഡി ക്യൂ പ്ലസ് ആർ ബൈ ഡിവിഷൻ തിയറം 0 ലെസ് ദാൻ ആർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഡി. അപ്പൊ എ ഈസ് ഈക്വൽ ടു ഈ ഡിക്ക് ഒരു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് കൊടുത്തു ഇൻറ്റു എ ക്യൂ പ്ലസ് ആർ. അത് പുറത്ത് വരുമ്പോൾ ആറിനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്റെയും ബിന്റെയും ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. ആറ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്റെയും ബിന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ആറ്. പക്ഷെ ആറിന്റെ വാല്യൂ ഡിന്റെ വാല്യൂവിനെക്കാളും ചെറുതാണ്. ആറിന്റെ വാല്യൂ ഡിന്റെ വാല്യൂവിനെക്കാളും ചെറുതാണ്. ഞാൻ ആറ് ഗ്രേറ്റർ ദാൻ 0, ആറിന്റെ വാല്യൂസ് എവിടെ മുതൽ വരും? 0 മുതൽ ഡി മൈനസ് 1 വരെ വരാം. അപ്പോൾ ആറിന്റെ വാല്യൂ ഞാൻ 0 ഒഴികെ 1 മുതൽ ഡി മൈനസ് 1 വരെയാണെന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെ എടുക്കുന്നത്. ആറ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് വരാം? 1 മുതൽ ഡി മൈനസ് 1 വരെ ആര് വേണം വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആറ് എസിനകത്ത് കാണും. കാരണം ആറ് ലീനിയർ കോമ്പിനേഷൻ ആയതുകൊണ്ട് എന്റെയും ബിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയതുകൊണ്ട് ആറ് എസിനകത്ത് കാണും. ഇനി നമ്മൾ തൊട്ട് മുന്നേ തന്നെ പറഞ്ഞു, ഡിവിഷൻ തിയറത്തിൽ പറഞ്ഞു ആറ് ഡിനെക്കാളും ചെറുതാണ്. അപ്പോൾ ഒരു എന്റെയും ബിന്റെയും ഒരു എസിനകത്തുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ ഡിനെക്കാളും ചെറുതാണ്. അവിടെയുള്ള ഏറ്റവും ചെറിയ ലീനിയർ കോമ്പിനേഷൻ ആണ് ഡി. ആ ഡിനെക്കാളും ചെറുതാണ് ആറ് എന്ന് പറയുമ്പോൾ
ഏറ്റവും ചെറിയ എലമെന്റിനെക്കാളും ചെറുതാണ് ആർ എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഏറ്റവും ചെറുതാണ് ഡി എന്ന് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ അസംഷൻ തെറ്റ്. ഈ അസംഷൻ തെറ്റാണ്. ഏത് അസംഷൻ? ആർ ഗ്രേറ്റർ ദാൻ എന്നെടുത്തത് തെറ്റാണ്. അപ്പൊ ആർ ഗ്രേറ്റർ ദാൻ 0 എന്നെടുത്തത് തെറ്റാണ്. എന്ന് വെച്ചാൽ ആർ ഈക്വൽ ടു 0 ആവാനേ വഴിയുള്ളൂ. അപ്പൊ എ ഇസ് ഈക്വൽ ഡി ക്യൂ പ്ലസ് ആർ എന്നുള്ളത് എ ഇസ് ഈക്വൽ ഡി ക്യൂ പ്ലസ് 0 എന്നായി. അപ്പൊ എ ഇസ് ഈക്വൽ ഡി ക്യൂ എന്ന് മാത്രമായി. അപ്പൊ എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്നായല്ലോ. എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി ആണെങ്കിൽ ഡി ഡിവൈഡ് ചെയ്യുന്നല്ലേ. ഇതേ പണി നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവിടെ എ ഇസ് ഈക്വൽ ടു ഡി ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത് അടുത്ത് ബി ഇസ് ഈക്വൽ ഡി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതി ഇതേ പണി ചെയ്യാം. സിമിലർലി നമുക്ക് എന്ത് പറയാം? നിങ്ങൾ വീട്ടിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. എന്താ? ഡി ഡിവൈഡ്സ് എ. സിമിലർലി വി ക്യാൻ പ്രൂവ് ഡി ഡിവൈഡ്സ് ബി. ഇതുപോലെ തന്നെ ഡി ഡിവൈഡ്സ് ബിയും പ്രൂവ് ചെയ്യാം. അപ്പോൾ ഡി ഡിവൈഡ്സ് എയും ഡി ഡിവൈഡ്സ് ബി ആയല്ലോ. ഇനി ഡി ഡാഷ് എന്നൊരു പുതിയ ആളെടുത്തു. അത് എൻ്റെയും ബിന്റെയും ഡിവൈസറാണ്. എൻ്റെയും ഡിവൈസറാണ്, ബിന്റെയും ഡിവൈസറാണ്. എൻ്റെയും ബിന്റെയും ഡിവൈസർ ആണെങ്കിൽ എൻ്റെയും ബിന്റെയും ലീനിയർ കോമ്പിനേഷന്റെയും ഡിവൈസർ ആയിരിക്കും ഡി ഡാഷ്. ഈ ലീനിയർ കോമ്പിനേഷനാണ് നമ്മൾ ഡി എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഡി ഡാഷ് ഡിവൈഡ്സ് ഡി ആകുമ്പോൾ ഡി ഡാഷ് ഡിനെക്കാളും ചെറുതോ ഈക്വൽ ആവും. ഇപ്പോൾ എന്താവും? ഡി ഇസ് ദ ജി സി ഡി ഓഫ് എ ആൻഡ് ബി ആവും. ആയല്ലോ. express GCD of 28,12 as a linear combination of 28 and 12. 28ന്റെയും 12ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ് അതിന്റെ GCD എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാലോ ഇവിടെ 28ന്റെയും 12ന്റെയും GCD എന്താ? 28ന്റെയും 12ന്റെയും GCD എന്താണ്? 28ന്റെയും 12ന്റെയും GCD എന്താ? 28ന്റെ ഡിവൈസേഴ്സ് ആണ്. 28ന്റെ ഡിവൈസേഴ്സ് ആരൊക്കെ? 1, 2 അല്ലെ, 4, 7, 14, 28 ഇത്രയുള്ള. 12ന്റെയോ 1, 2, 3, 4, 6, 12. ഇതിൽ കോമൺ ഡിവൈസേഴ്സ് ആരൊക്കെ? 1 കോമൺ ആണ്, 2 കോമൺ ആണ്, 4 കോമൺ ആണ്. വേറെ ഇല്ലല്ലോ. 4 അല്ലേ ഏറ്റവും വലുത്. അപ്പോൾ GCD 4 ആണ്. 28ന്റെയും 12ന്റെയും GCD 4. നമുക്കറിയാം. അപ്പോൾ 28 into something plus 12 into something is equal to 4 കിട്ടാൻ വേണ്ടി ആലോചിച്ച് നോക്കുക. എന്താവും? 28 into something plus 12 into something is equal to 4 കിട്ടാൻ വേണ്ടി ആലോചിച്ച് നോക്കുക. 28 into 1 12 into -2 ആണെങ്കിലോ? 28 into 1 12 into -2 ആണെങ്കിലോ? ശരിയല്ലേ? That is 28 alpha plus 12 beta is equal to 4 എന്ന് കിട്ടിയില്ലേ? അപ്പൊ എന്താ? ആൽഫ is equal to 1, ബീറ്റ is equal to -2 ആയല്ലോ.